ഗൈസ്, എവർക്കും കേരള ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്ദേ ഭാരതിലാണ് പോകുന്നത്. വന്ദേ ഭാരത് എന്ന് പറയുമ്പം നാഗ്പൂരിൽ നിന്ന് ഛത്തീസ്ഗഡ് റായ്പൂരിലേക്കാണ് പോകുന്നത്. അതാണ്ട് ഈ മുമ്പിൽ കിടക്കുന്ന വന്ദേ ഭാരതിലാണ് പോകേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ ആക്ച്വലി മെട്രോ സ്റ്റേഷനിലാണ്. ഇവിടുന്ന് ഒരു മെട്രോൻ്റെ കണക്ടിവിറ്റി ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനും അതിവേഗം എത്താനൊക്കെ വളരെ സൗകര്യമാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ സെൻട്രൽ റെയിൽവേ. ഇത് ഏറ്റവും ലാസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ ഏറ്റവും അപ്പുറത്താണ് നമ്മളെ വണ്ടി കൊണ്ട് നിർത്തുക. അതൊരു അരമണിക്കൂറിൽ ഈ വണ്ടി അവിടെ പോയി തിരിഞ്ഞ് അങ്ങോട്ടേക്ക് തന്നെ വരേണ്ടതാണ്. ഇപ്പം നിങ്ങൾ ദൂരത്ത് നിന്നെ പോലെ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സും കാര്യങ്ങളും ബാഗും കാര്യങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ വെക്കാം. അധികം പൈസ ആവില്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ അവിടെ കൊടുത്തത് അത്യാവശ്യം സേഫാണ്, കണ്ടിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ടൗണിൽ കറങ്ങാനൊക്കെ ക്ലോക്ക് റൂമിൽ കൊടുത്താൽ മതി. അത് എസ്കലേറ്ററൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഒരാവശ്യത്തിനൊന്നും വർക്ക് ചെയ്യത്തില്ലല്ലോ. ബുക്ക് ചെയ്തിരിക്കുന്ന വന്ദേ ഭാരത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഗ്പൂർ ബിലാസ്പൂർ വന്ദേ ഭാരതാണ്. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേഷന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണ് റായ്പൂർ. അപ്പം അവിടെ ദൂരെ നമ്മളെ ഇന്ത്യൻ പതാക ഇങ്ങനെ പറക്കുന്നത് കാണാൻ തന്നെ ഒരു അഭിമാനമല്ലേ. നിങ്ങൾ പെട്ടെന്ന് ഓടിച്ചാടി വന്ന് ട്രെയിൻ കയറാമെന്ന് വിചാരിക്കരുത്. നല്ല തിരക്കുള്ള സ്റ്റേഷനാണ്, അത്യാവശ്യം പ്ലാറ്റ്ഫോമും ഉണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 1:30 ആവുന്നു. നമുക്ക് 2 മണിക്കാണ് ട്രെയിൻ. ഉച്ചക്ക് 2 മണിക്ക് ഇവിടെ നിർത്ത്. വൈകിട്ട് 6:30 5:45 6 മണിയാകുമ്പോഴേക്കാണ് റൈറ്റ് ടൈമിന് അവിടെ എത്തേണ്ടത്. പിന്നെ വന്ദേ ഭാരത് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ആ ടൈമിലൊക്കെ എത്തേണ്ടതുമാണ്. ബാക്കിയുള്ള ട്രെയിനൊക്കെ അതിൽ കുറേ നേരം പിടിച്ചിട്ടിട്ടൊക്കെയാണ് പൊതുവെ എത്താറ്. വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദൂരം വന്നിട്ട് ഒറ്റ മലയാളീനെ പോലും കണ്ടില്ല എന്നുള്ളതാണ് സത്യം. ഒറ്റ മലയാളീനെ പോലും. ഞാനിവിടെ ഏകദേശം ഒരു 10-12 മണിക്കൂറായിട്ട് ഈ സ്റ്റേഷനിലുണ്ട്, എന്നിട്ട് പോലും ഒരു മലയാളീനെയും കണ്ടില്ല. അതെനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് കൂടുതൽ സെറ്റിലൊക്കെ ചെയ്തുള്ള മലയാളികളാവണം. എന്നാലും പൊതുവെ കുറവാണെന്ന് തോന്നുന്നത്. നമ്മളെ ഡൽഹിയിലെ സ്റ്റേഷനിൽ കാണുന്ന പോലെ കാണാൻ കുറച്ച് പാടായിരിക്കാം. അതായത് നിസാമുദ്ദീനിലൊക്കെ മലയാളികൾ കാണുന്ന പോലെ ഇവിടെ കാണുന്നില്ലല്ലോ. ഓൾമോസ്റ്റ് എല്ലാ പ്രയോറിറ്റിയുള്ള വണ്ടികളും പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെയായിട്ട് വരുന്നത്. അതാ സൗകര്യം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും അവിടെ തന്നെ നിർത്തിയിട്ടിരുന്നത്. അപ്പോൾ നമുക്കിപ്പം ഈ ബാഗൊക്കെ അവിടെ ലോക്ക് റൂമിൽ കൊടുത്തിട്ട് എടുക്കാനാണെങ്കിലും പെട്ടെന്ന് ചാടി പോകാനാണെങ്കിലും ഒക്കെ സൗകര്യം പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മെട്രോയിൽ 2 ഓപ്ഷൻ ഉണ്ട് ബാംഗ്ലൂർ പോലെ തന്നെ. ഒന്നെങ്കിൽ പ്ലാറ്റ്ഫോം നമ്പർ 8 കയറിയിട്ട് ഇങ്ങനെ നടന്നു വരാം, അല്ലെങ്കിൽ ഇതിനെ തൊട്ടപ്പുറത്ത് വേറൊരു സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഇറങ്ങിയിട്ട് അതായത് ആ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ച ദോസർ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനാണ്. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ അറിയില്ല. അപ്പം ആ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു വരാൻ കുറച്ചും കൂടി എളുപ്പം. പക്ഷേ പാലത്തിൻ്റെ മുകളിലൂടെയും താഴെക്കൂടെയൊക്കെ മാപ്പിട്ട് വരേണ്ടി വരും. ബാഗ് എടുത്തു കേട്ടോ. പിന്നെ ഇത്രയും നേരം, അതായത് ഒരു 12 മണിക്കൂറായിട്ട് ഞാൻ നാഗ്പൂരുണ്ട് ഇവിടെ. ഇത്ര സമയം കൊണ്ട് എനിക്ക് കിട്ടൊരു എക്സ്പീരിയൻസ് പറയാം. ഇതുവരെയായിട്ട് ഒരാൾ പോലും എന്നോട് എതിർത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന വിധത്തിലൊന്നും എനിക്കുണ്ടായില്ല. എനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടമായി. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വിചാരിച്ചിരുന്നത്. നോർത്തിൽ ഇപ്പോൾ പല ന്യൂസും കാര്യങ്ങളും കേൾക്കുമ്പം തട്ടിപ്പറി കാര്യങ്ങൾ എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എനിക്ക് പേഴ്സണലി ഇതിലായിട്ട് ഒരു ഇഷ്യൂസും ഉണ്ടായില്ല. ഇത്ര സമയം കൊണ്ട്, അതായത് ഇപ്പം ആൾക്കാരുടെ ഇടപെടലാണെങ്കിലും വളരെ ബഹുമാനപൂർവ്വമായിട്ട് തന്നെ തോന്നി. നാട്ടിലൊക്കെ അടിപൊളിയായിട്ട് തോന്നി പല സ്ഥലങ്ങളിലും പേഴ്സണലി പറയുമ്പോൾ. അപ്പോൾ നല്ല സ്ഥലമാണ്. നിങ്ങൾ ഒരു ടൂറിസം എന്തുകൊണ്ടും വളർത്തിക്കൊണ്ടുവരാവുന്ന സ്ഥലം തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ റെഡി ആവുമായിരിക്കും. ഈ കിടക്കണ വന്ദേ ഭാരതിലാട്ടോ നമ്മൾ പോകുന്നത്. വണ്ടിയാണ് 20826, നമ്മുടെ C5 ആണ് കേട്ടോ. ഇതിൻ്റെ സത്യം പറഞ്ഞാൽ വലിയ മാറ്റമൊന്നുമില്ല. നമ്മൾ ഒരു വട്ടം ഞാൻ ഓൾറെഡി കയറിയതാണ് ഇതിൽ. സാധാരണ വന്ദേ ഭാരത് തന്നെ. എനിക്ക് പറഞ്ഞാൽ ഇതിൽ തിരക്ക് എങ്ങനെ അവസ്ഥ അറിയില്ല. പൊതുവെ തിരക്ക് കുറവാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഏതായാലും രണ്ടാമതായി നമുക്ക് വലത്തേ കാല് വെച്ച് കയറാം. C5 നമ്മുടെ ഈ സീറ്റ് തന്നെ കേട്ടോ. അതായത് ഏറ്റവും ബാക്കിൽ എന്തോ നമുക്ക് മാത്രം ഇങ്ങനത്തെ സീറ്റ്. ഇതിനാണെങ്കിൽ ചാരൽ ഇത്രയേ ഉള്ളൂ. നമ്മളെ സ്വിഫ്റ്റ് വണ്ടി പോലെ ഇതിൽ ബാക്കിലേക്ക് ചാരാൻ പറ്റില്ല. പക്ഷേ ഇവിടെ രസമാണ്. നമ്മൾ ഈ വോൾവോയിലൊക്കെ ഇരിക്കുന്ന പോലെ ഏറ്റവും ബാക്ക് സീറ്റിൽ ഇരിക്കാം. അടുത്ത് ബാത്റൂം, പക്ഷേ വാതിലടയ്ക്കും, എന്നാൽ വലിയ കുഴപ്പമില്ല. നൈസായിട്ട് IRCTC പണി തന്നു കേട്ടോ. അതായത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ വരാമെന്ന് പറഞ്ഞ വണ്ടി അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് 8ാമത്തെ പ്ലാറ്റ്ഫോമല്ല. എന്ത് പറ്റിക്കലല്ലേ. ഫോണിലേക്ക് മെസ്സേജ് വന്ന ഫസ്റ്റ് പ്ലാറ്റ്ഫോം. എന്നിട്ട് ഈ ബാഗും കെട്ടിപ്പെറുക്കി ഇതേപോലെ തിരിച്ചിങ്ങോട്ട് വരേണ്ടി വന്ന്. എന്നാൽ കുറച്ച് നേരത്തെ പറഞ്ഞെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങി ഒറ്റയടിക്കിങ്ങ് വരായിരുന്നു. ലൈറ്റൊക്കെ ഇങ്ങനെ സെൻസിറ്റീവ് ആകണ്ടോ, നമ്മൾ തൊട്ടാൽ മതി. അതൊക്കെ ആയിരിക്കും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. ഈ സാധനം മെറ്റലാട്ടോ. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെയൊക്കെ പെയിൻ്റ് ഇളകി പോയിട്ടുണ്ട്, എന്നാലും കൊള്ളാം. അതിലും നമ്മളെ മറ്റേ ട്രെയിനൊക്കെ ഫാർ ബെറ്റർ അല്ലേ. കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. നല്ല സസ്പെൻഷനാണ്. വേറെ എന്ത് വേണം. ലെഗ് റൂം
നല്ലോണം ഉണ്ട്. അണ്ടർ തൈ സപ്പോർട്ടിങ് ഓക്കെയാണ്, അണ്ടർ തൈ സപ്പോർട്ട് ഓക്കെയാണ്. പിന്നെ കംഫർട്ടബിളായിട്ട് ഇരിക്കാം. ഒരു 500 കിലോമീറ്റർ വരെയൊക്കെ സുഖകരമായി യാത്ര ചെയ്യാം, വേഗം പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സീറ്റിംഗ് ആണ്, കംഫർട്ട്. നമ്മളടുത്ത് സാധാരണ ഇതാട്ടോ, ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ചേർക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ റേറ്റ് കുറവാണ്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ചില സീറ്റൊക്കെ നമുക്ക് തിരിച്ചിടാൻ പറ്റും, ചില ഇതിലൊന്നും പറ്റില്ല. എനിക്ക് ഇതൊക്കെ ഫിക്സഡാണ്, കണ്ടോ. ഇതില്ലാത്ത സീറ്റുകളാണ് നിങ്ങൾക്ക് തിരിച്ചിടാം ഫാമിലി ആയിട്ട് പോകുമ്പോൾ. അപ്പുറത്ത് പല ഖനികളിൽ നിന്നും കൊണ്ടുവന്ന മിനറൽസും കാര്യങ്ങളുമുള്ള കൽക്കരിയും മറ്റും കാണാം. ഗുഡ്സ്, ഇവിടുത്തെ മെയിൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഗുഡ്സാണ് ഏറ്റവും കൂടുതലുള്ള. ഇപ്പം ഒരു ഗുഡ്സ് ട്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിൻ പിടിച്ചിടും. നമ്മളെ നാട്ടിൽ നേരെ തിരിച്ചല്ലേ, ഇവിടെ ഗുഡ്സ് ട്രെയിനാണ് കൂടുതൽ പ്രയോറിറ്റി. പിന്നെ ഇതൊക്കെ നല്ല രസമുണ്ട്, ഒരു ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്ന പ്രതീതി ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കിപ്പം ഇത് നമ്മളേത് കോച്ചിലാണെന്ന് കാണാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇനി അനൗൺസ്മെൻ്റ് ഒക്കെ വരും കേട്ടോ. അവിടെ ഒരു TV കണ്ടില്ലേ, അതിൽ ഇനി ഓരോ സ്റ്റേഷൻ ആകുമ്പോൾ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ 5 മിനിറ്റിലും ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ കൊള്ളാം. അതായത് ഇപ്പം പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും നല്ലതാണ്. പിന്നെ നമുക്കിവിടെ ഒരു ബ്ലൈൻഡ്സ് വരുന്നുണ്ട്, വെയിലുണ്ടാകുമ്പം ഇടാം. അത് ആക്ച്വലി കൊള്ളാം. പക്ഷെ അപ്പുറത്തെ ആളും കൂടെ കനിയണം. പെട്രോൾ സേഫ് ക്യാബിനാട്ടോ, മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പം കൂടുതൽ ഈ പശുവിന് ഇടിക്കലൊക്കെ കുറവായിരിക്കും. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അനൗൺസ്മെൻറ്റ്, സ്പീക്കേഴ്സ്, AC പിന്നെ നടുവിലാണ്. ശരിക്കും AC-ൻ്റെ കൺട്രോളും കൂടി ഇവിടെ കൊടുത്താൽ നന്നായിരുന്നു, പക്ഷെ ആൾക്കാരത് കുത്തി പൊട്ടിക്കുക, അതുകൊണ്ടായിരിക്കണം അത് കൊടുക്കാതിരുന്നത്. എന്നാലും ഈ സൈഡിൽ, വിൻഡോ സൈഡിൽ ഇരിക്കുമ്പോൾ ചെറിയൊരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വ്യത്യസ്തമായി ചാർജിങ് പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്കിവിടെ USB ആണെങ്കിൽ കുത്താം, അല്ലെങ്കിൽ പ്ലഗ് ചെയ്യാം. ഇത് നന്നായി. പക്ഷേ ഇത് ഈ സ്ഥലം കുറച്ചൊരു കൺജസ്റ്റഡ് ആയ പോലെ ഉണ്ട്, വേറെ എവിടെയും കൊടുക്കുകയാണ്. പിന്നെ 2 ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഇനി ഫുഡ് കാര്യങ്ങളോ വരുമോ എന്താ അറിയില്ല, നോക്കട്ടെ. ഇവിടെ ഒരു ബുക്ക് ഹോൾഡറോ പാർസൽ ഹോൾഡറോ കൊടുത്തിട്ടുണ്ട്, അത് നന്നായി. അത് കീറിയിട്ടൊന്നുമില്ല, നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. നമ്മളെ KSRTC-യിലുള്ള പോലെ അത്രയും ക്വാളിറ്റി കുറവില്ല. പിന്നെ ഇവിടെ ബോട്ടിൽ ഹോൾഡർ ആണെങ്കിലും നമ്മളെ കാല് മുറിയാൻ നോക്കിയാൽ മതി, നല്ല സ്ട്രോങ് ആണ് കേട്ടോ. നമ്മുടെ ലോക്കോ പൈലറ്റ് എന്തോ പറയുന്നുണ്ട് കേട്ടോ, ഒന്നും അങ്ങോട്ട് കലങ്ങുന്നില്ല. പത്രം കൊണ്ട് തന്നു കേട്ടോ, ഒരു ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ വണ്ടി. അങ്ങനെ നാഗ്പൂരിന് എടുത്തു കേട്ടോ. കറക്റ്റ് ടൈമാണ്, അതായത് 2:05 എന്ന് പറഞ്ഞു, അപ്പം തന്നെ വണ്ടി എടുത്തു. ടൈമിങ്ങിലൊക്കെ കറക്റ്റ് കേട്ടോ. നാഗ്പൂരിനോട് നമ്മൾ താൽക്കാലികമായി വിട പറയുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ പോയിട്ട് പറയും. എന്തായാലും ഈ പാലം നമ്മൾ എത്രാമത്തെ പ്രാവശ്യമല്ലേ കാണുന്നത്, അതൊരു നിർമ്മിതി തന്നെയാണ്. ശരിക്കും ഇതിൻ്റെ മുകളിൽ രാത്രി നല്ല ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു കാണാൻ. എന്തായാലും ഇതേപോലത്തെ ഒരു സംഭവം നമ്മുടെ നാട്ടിലും വരണ്ടേ, വരുമായിരിക്കും. നമ്മളെ നേരെ കാണുന്ന കേട്ടോ നമ്മുടെ ഡയമണ്ട് ക്രോസിങ്. നമ്മൾ നേരത്തെ ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. നമ്മൾ ഈ വണ്ടി അങ്ങനെ പോകുന്നില്ല, നമ്മൾ ഈ റൈറ്റിലേക്കുള്ള ഡീവിയേഷൻ എടുത്തിട്ടാണ് പോകുന്നത്. ഏതായാലും അവ കാണുന്നതാണ് ഡയമണ്ട് ക്രോസിങ്. വേറൊരു വന്ദേ ഭാരത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. ഈ പക്ഷേ നേരത്തെ കണ്ട ഒരു സിഗ്നലിങ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് എന്നൊക്കെയാണ് കേട്ടോ നമ്മുടെ നാഗ്പൂരിൻ്റെ മറ്റൊരു മുഖം. അതായത് ഏറ്റവും സാധാരണക്കാരൻ ആൾക്കാർ സ്ലമ്മ് പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കലും അവിടുത്തെ സംഭവങ്ങളാണ്. എന്തായാലേ നമ്മളെ വണ്ടി ഒരു ഗുഡ്സ് ട്രെയിനിന് വേണ്ടി പാസിങ്ങിന് നിർത്തി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു വന്ദേ ഭാരത് ഒരു ഗുഡ്സ് ട്രെയിൻ നിർത്തി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ വേറൊരു മുഖം. ഫുഡ് എത്തിയിട്ടാണ് നമ്മൾ പുറത്ത് ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും പൈസ കൊടുക്കുന്നതല്ലേ. അത് തൈരുണ്ട്, ചപ്പാത്തി ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അടിപൊളിയാണെന്നാണ് കേട്ടത്. നമുക്ക് പിന്നെ പനീറിൻ്റെ കറി ഉണ്ട്, തുറന്നു നോക്കേണ്ടി വരും. പിന്നെ പാക്ഡ് ഡേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മറ്റുള്ള ട്രെയിൻ പോലെയല്ല, ഇവരുടെ തന്നെ ബ്രാൻഡിങ്ങിൽ. പിന്നെ ഇതെന്തോ അച്ചാറെന്ന് തോന്നുന്നു. യെസ്, ഒരച്ചാറും മച്ചാനത് പോരളിയാ ഫുഡ് കേട്ടോ. ഞാൻ കുറേ കാലത്തിന് വെച്ചാൽ നമ്മളെ ഇന്ത്യൻ റെയിൽവേസിൽ നിന്നൊക്കെ നല്ല ഫുഡ് കഴിക്കുന്നത്. ദാലൊക്കെ ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട്, വെള്ളം പോലെ അല്ല. അപ്പോൾ ഉമ്മാർക്ക് നല്ലോണം ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് സൗത്തിലേക്ക് മോശമായിട്ടുള്ള സാധനം കൊടുത്ത് വിടുന്നതുകൊണ്ടാണ്. പിന്നെ വണ്ടി എടുത്ത പോലെ കത്തിക്കുക കേട്ടോ. നമ്മളവിടുത്തെ നാട്ടിലെ വന്ദേ ഭാരത് പോലെ ഒന്നല്ല, എന്നാൽ 125 130 പിടിച്ചോടി പിടി സ്പീഡ്. കീറലെന്ന് പറഞ്ഞാൽ അമ്മാതിരി കീറലാണ്. നമ്മളിപ്പം നമ്മുടെ പഞ്ചൊക്കെ ഓടിക്കില്ലേ, സെയിം ഇത് തന്നെയാണ്. അമ്മാതിരി ടോർക്കാണ്, എടുക്കുമ്പോൾ തന്നെ കീറലാണ്. അടിപൊളി അടിപൊളി. ഇത്ര നേരമായിട്ടും 130 ഇഞ്ച് പോലും മാറിയിട്ടില്ല കേട്ടോ. ഇതേപോലുള്ള വന്ദേ ഭാരത് വേണം ശരിക്കും നമ്മുടെ നാട്ടിൽ വരാൻ. പക്ഷേ ഇവിടുത്തെ ട്രാക്ക് അത്ര അപ്ഗ്രേഡഡും അത്ര അടിപൊളിയാണ്. ഇതേ സ്പീഡിൽ ഓപ്പോസിറ്റ് ഒരു വണ്ടിക്ക് വരാൻ പറ്റും.
പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗുഡ്സിൻ്റെ ഇഷ്യൂ ഉണ്ടാണ്ട് ഫുൾ ടൈം പിടിച്ചിടല വണ്ടി. ആ ഒരു സംഭവത്തിൽ വന്ദേ ഭാരത് ഇവിടെ സ്പീഡ് തന്നെയാണ്. ഒരു ഐസ്ക്രീമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ക്രീം ബെൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്. മറ്റേ ബോംബെയിൽ ആ സംഭവം ഉണ്ടായതിനു ശേഷം ഈ സാധനം കഴിക്കാൻ തന്നെ ഒരു പേടിയാണല്ലോ. നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ബാത്റൂം കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. നമ്മൾ വന്ന ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്ററാണ്. വീണ്ടും പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനോട് അടുത്ത് നിൽക്കുന്ന വിധം എന്ന് പറയാൻ പറ്റില്ല. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഒന്നും അല്ല, എന്നാലും ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഈ വെള്ളത്തിന് അത്യാവശ്യം ഫോഴ്സ് ഉണ്ട്. പിന്നെ സോപ്പും കാര്യങ്ങളൊക്കെ ഫില്ലാണ്. അത്യാവശ്യം നല്ലൊരു കണ്ണാടി. പിന്നെ നമ്മുടെ ഹാൻഡ് ഡ്രയറൊക്കെ ഉണ്ട്. വർക്ക് ചെയ്യുന്നില്ലേ? വർക്ക് ചെയ്ത് ആ. വന്ദേ ഭാരതിനെ കുറിച്ച് പറയുമ്പം ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈ സ്പീഡ് ഫുൾ ഇലക്ട്രിക് ട്രെയിനായിട്ടാണ് ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ചെന്നൈയിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി, അതായത് ICFലാണ് രൂപകൽപ്പനയും നിർമ്മാണവും നിർവഹിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇന്ത്യയുടെ സാങ്കേതിക കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിലും അതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനു വേണ്ടിയിട്ടാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന പേര് നമ്മൾ നൽകിയിരിക്കുന്നത്. സുരക്ഷ, കാര്യക്ഷമത, യാത്രക്കാരുടെ സൗകര്യം എന്നിവ ഉറപ്പാക്കാൻ ഇത് വിപുലമായ പരിശോധനയ്ക്ക് വിധേയമായി. ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് 2019 ഫെബ്രുവരി 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഉദ്ഘാടനം ചെയ്തത്. വന്ദേ ഭാരത് എക്സ്പ്രസ് ആദ്യം ഡൽഹി വാരണാസി റൂട്ടിൽ വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിച്ചു. വന്ദേ ഭാരത് എക്സ്പ്രസിന് 183 km/h വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. ട്രെയിനിൻ്റെ അനുവദനീയമായ പരമാവധി വേഗത 160 km/h ചുരുക്കിയിരിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് എടുക്കുന്ന ഈ ട്രെയിന് 412 കിലോമീറ്ററിൽ താണ്ടി ഏകദേശം 6:30 ബിലാസ്പൂരിലേക്ക് എത്തിച്ചേരുന്നത്. 5.5 മണിക്കൂറോടുകൂടിയാണ് ഈ ട്രെയിൻ ഇവിടെ എത്തുന്നതെന്നാണ് കറക്റ്റ് ഔദ്യോഗികമായിട്ടുള്ള റെക്കോർഡ്സ്. ഈ റൂട്ടിൽ അനുവദിച്ചിരിക്കുന്ന മാക്സിമം വേഗത എന്ന് പറയുന്നത് 130 km/h ആണ്. ഈ യാത്രയ്ക്ക് വേണ്ടുന്ന ചെലവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏകദേശം CCക്ക് 900 തൊട്ട് 1000 രൂപയുടെ ഇടവരെയാണ് വരുന്നത്. അത് നിങ്ങളിപ്പോൾ EC, അതായത് എക്സിക്യൂട്ടീവ് ചെയർ കാറിലേക്ക് നീങ്ങുമ്പോൾ ഇതിലും കൂടാനുള്ള സാധ്യത ഉണ്ട്. അത് 1200 പ്ലസ് ആവുന്നു. ഞാൻ പറയുന്നത് ഇൻക്ലൂഡിങ് ഭക്ഷണത്തിൻ്റെ റേറ്റോട് കൂടി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 3.5-4 മണിക്കൂർ കൊണ്ട് നമുക്ക് റായ്പൂർ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും, അതുപോലെ തന്നെ ബാക്കിയുള്ള ട്രെയിനുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം 8.5-9 മണിക്കൂറോളം എടുക്കുമ്പോൾ ഇതിനകത്ത് വളരെ കുറഞ്ഞ സമയം തന്നെ ഉള്ളൂ എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ റൂട്ടിൽ ഈ ട്രെയിൻ പ്രിഫർ ചെയ്തത്. ഇതിലൂടെ ഓടുന്ന മറ്റുള്ള ട്രെയിനുകൾ കുറവായിട്ടല്ല, പക്ഷേ ഉള്ള ട്രെയിനുകൾ ധാരാളം സമയം നിർത്തിയും മറ്റ് ഗുഡ്സ് ട്രെയിനുകൾക്ക് വേണ്ടി പാസിങ്ങിന് നിർത്തിയും വേണ്ടി ധാരാളം സമയം പോകുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ട്രെയിന് ചൂസ് ചെയ്തിരിക്കുന്നത്. കഴിയുന്നതോടുകൂടി ഒറ്റതിലാണ് സ്പീഡ് കൂട്ടുന്നുണ്ട് കേട്ടോ. കണ്ട അവിടെയൊക്കെ എന്തൊക്കെയോ ഒരു ചെറിയ ക്വാർട്ടേഴ്സ് പോലത്തെ സെറ്റപ്പ് കാണാം. എന്താ സംഭവം ഒന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു എക്സ്കവേഷൻ വന്ന ടീമാണോ അങ്ങനെ എന്തോ ആണ്. ഇവിടെയൊക്കെ മൊത്തം ഒരു ഓഫ് റോഡ് ട്രാക്കൊക്കെ കാണാം. ഈ വണ്ടികളൊക്കെ ഇതിലാണ് വരുന്നത്. അങ്ങ് ദൂരെ കുറച്ച് മലകളും പാറയും ഒക്കെ കാണാൻ കഴിയും. ഒരു പാറപ്പുറം കാണാം. പിന്നെ വലിയൊരു ലോറി നിർത്തിയിട്ടുണ്ട് ഇവിടെ. എന്തോ വലിയ പണി നടക്കുകയാണ്. എനിക്ക് എന്തിൻ്റെ കൺസ്ട്രക്ഷൻ സൈറ്റാന്ന് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ പലയിടത്തും ഇത് മല ഇടിഞ്ഞതാണോ ഇടിച്ച പോലെയാണ് കണ്ടെടുത്ത് തോന്നുന്നത്. പക്ഷെ ഇടിയുന്ന ഭാഗം ഇവിടെ മെഷൊക്കെ കാണാം. അപ്പോൾ പലയിടത്തും ഇങ്ങനെ മല ഇടിയുന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലായി. സ്റ്റേഷനിലേക്ക് ഇനി 24 കിലോമീറ്റർ കേട്ടോ. നമ്മുടെ ബാക്കിലുള്ള TV-യിലും കാണാം, ഫ്രണ്ടിലെ TV-യിലും കാണാം. ഇവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള ഏരിയയിലേക്ക് എത്തി. പലയിടത്തും ഇപ്പോൾ ഗുഡ്സ് പിടിച്ചിടുന്നുണ്ട്. നമുക്ക് തന്നെയാണ് പല സ്ഥലങ്ങളിലും പ്രയോറിറ്റി. പക്ഷേ ഈ സിംഗിൾ ലൈൻഡ് ആയിട്ടുള്ള ഇലക്ട്രിഫൈഡ് അല്ലാത്ത റൂട്ട്സിലൊക്കെ നമ്മൾ ഒരു പിടിച്ചിടുന്നുണ്ട്. പക്ഷേ ഒരു 30 സെക്കൻഡ് മാക്സിമം. അത് കഴിയുമ്പോഴേക്കും നമ്മളെ വീണ്ടും വിടുന്നുണ്ട്. കണ്ടോ, പെട്ടെന്നാണ് സ്പീഡ് വയ്ക്കുന്നത്. ഒരു ആവറേജ് എന്തായാലും ഒരു 80-90 ആ ഒരു സ്പീഡിലാണ്. നല്ല മഴ വരുന്നുണ്ട്. എനിക്ക് തോന്നണം അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ മഴ കൊള്ളേണ്ടി വരുന്നതാണ്. അങ്ങനെ വൈകിട്ടൊരു കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ജ്യൂസ്, പക്ഷെ ഇതിലൂടെയും കേൾക്കാത്തൊരു ബ്രാൻഡാണ്. പഞ്ചാബിലുണ്ടാക്കുന്നത് തോന്നുന്നുണ്ട്. പിന്നെ ഒരു സമൂസ ഉണ്ട്. പിന്നെ ഒരു അതിനുള്ള സോസാന്ന് തോന്നുന്നുണ്ട്. അതെ. പിന്നെന്താ, ചായക്കുള്ള പ്രീമിക്സ് ഒന്നുണ്ട്. നമ്മളതിന് ഉണ്ടാക്കണം. പാൽപ്പൊടി എല്ലാം കൂടെ ഒരുമിച്ചാന്ന് തോന്നുന്നു. അതെ, ജിഞ്ചർ ടീ അല്ല, ചൂടുവെള്ളം മാത്രം ഒഴിച്ചാൽ മതി തോന്നുന്നു. പിന്നെ ഈ ചായയൊക്കെ എന്നാൽ ഓൾറെഡി നല്ലോണം ഉണ്ടാക്കി തന്നൂടെ അല്ലേ. പിന്നെ ഇത്ര പൈസ കൊടുക്കുന്നതല്ലേ. പിന്നെ ചക്കിയല്ലല്ലോ, ചിക്കി ബാർ, ഒരു കപ്പലണ്ടി മുട്ടായി, പിന്നെ സാധാരണ മിക്സറും. ഓക്കെ, വൈകുന്നേരത്തെ ചായക്കുള്ള സെറ്റല്ലേ. നമ്മൾ സാറിന് വൈകുന്നേരം ചായ കുടിക്കില്ലേ ഞാനൊന്നും. അപ്പോൾ ഇതൊക്കെ എക്സ്ട്രാ ആണ്.
സമൂസ കൊള്ളാം കേട്ടോ. നമ്മളെ ഈ കച്ചോരിയൊക്കെ പോലെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്ത സ്റ്റോപ്പ് ഡോങ്കാഗർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലെത്തിയിട്ടോ. ഇതും കുറച്ച് ഐസൊലേറ്റഡുള്ള സ്റ്റേഷനാണ്. നല്ല ആൾക്കാർ കയറുന്നുണ്ട്. ഇവിടുന്ന് എനിക്ക് കൂടുതലും തോന്നുന്ന ബിലാസ്പൂരിലേക്കൊക്കെ ആയിരിക്കും കയറുണ്ടാവുക. സമയം ഇപ്പം 4:25 ഓൺ ടൈമാണ്. നമ്മുടെ 7ാമത്തെ സംസ്ഥാനമായ ഛത്തീസ്ഗഡിൽ തിരികെയാണ്. ഛത്തീസ്ഗഡിൽ രജനാന്ദ്ഗോൺ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് കേട്ടോ നമ്മളെത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഒരു സ്റ്റോപ്പ് ദുർഗ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ റായ്പൂർ. നമ്മളങ്ങനെ ദുർഗ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തിയിട്ടോ. അതായത് നമ്മുടെ റായ്പൂർ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണ് ദുർഗ്. എന്തായാലും ഈ ഒരു യാത്ര അടിപൊളി തന്നെയാണെന്നാണ് പറയാം കേട്ടോ. അതായത് 350ഓളം കിലോമീറ്റർ കവർ ചെയ്യുന്നത് വെറും 3.5 മണിക്കൂർ കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പോകാൻ തന്നെ, അല്ല മംഗലാപുരം ആക്കിയല്ലോ ഇപ്പം, മംഗലാപുരത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ പോകാൻ എത്ര ടൈം എടുക്കുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഇതേപോലെ ട്രാക്കും കാര്യങ്ങളും ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇതേപോലെ എയറോഡൈനമിക് ആയിട്ടുള്ള ട്രെയിനുകളും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും ഇതിനേക്കാൾ വേഗം എത്താവുന്നതിലേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഒരു ഗാർഡ് വാനും ഒരു എഞ്ചിനും ഇങ്ങനെ അടുപ്പിച്ച് കാണുന്നത്. സാധാരണ ഗാർഡ് വാൻ ഏറ്റവും ബാക്കിലല്ലേ ഉണ്ടാവല്. അങ്ങനെ നമ്മൾ ദുർഗ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ റായ്പൂർ എത്താനായപ്പം ഏകദേശം ട്രെയിൻ പിടിച്ചിട്ടു കേട്ടോ. ഏകദേശം ഇനി 3 കിലോമീറ്ററും കൂടെ ഉള്ളൂ സ്റ്റേഷനിലേക്ക്, പക്ഷേ പിടിച്ചിട്ടു. അപ്പം നമ്മളെന്തായാലും 2-3 മിനിറ്റ് ലേറ്റായിട്ട് എത്തുള്ളൂ. അപ്പോഴും പ്രശ്നമൊന്നുമില്ല, ഓൺ ടൈമൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ ട്രെയിനും ഓൾമോസ്റ്റ് എല്ലാം ഓൺ ടൈം തന്നെ പോകുന്നത്, പണ്ടത്തെ പോലെ അല്ലല്ലോ. പിന്നെ ഇന്നലെ നമ്മൾ വന്നപ്പോഴത്തെ ലോങ് പോകുന്ന ട്രെയിന് മാക്സിമം ഒരു 1/2-3 മണിക്കൂറൊക്കെ ലേറ്റ് ആവുള്ളൂ. പണ്ടൊക്കെ 2 ദിവസം വരെ ലേറ്റായ ട്രെയിനുകൾ നോർമലേ. ഫസ്റ്റ് എല്ലാവരും നമ്മൾ ഇറങ്ങുന്ന സ്റ്റേഷന് റായ്പൂരിൽ തന്നെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ബിലാസ്പൂരിൽ, അത് കുറച്ചും കൂടെ ദൂരം കഴിഞ്ഞിട്ടാണ്. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. നാഗ്പൂർ പോലെ തന്നെ അത്യാവശ്യം വലിയ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ. ഒരു 6-7 പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട് റായ്പൂരിനും. ചെറിയ സ്ഥലമൊന്നുമല്ലല്ലോ, സ്വന്തമായിട്ട് IIM ഉണ്ട്. ഛത്തീസ്ഗഡിലെ IIM ഉള്ള ഒരു സ്ഥലമാണ് റായ്പൂർ ജംഗ്ഷൻ. പിന്നെ നിങ്ങളൊക്കെ കേട്ട് പരിചയമുള്ള വേറെ പല കോളേജുകളും റായ്പൂരിലുണ്ട്. പല വാർത്തകളിലാണെങ്കിലും പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിലും എത്തി. യെസ്, നമ്മളെത്തിയിട്ടാ. പ്ലാറ്റ്ഫോം നമ്പർ 5 ആണ്, 1 നമുക്കിന്നെ 1 പോകണ്ടേ. അപ്പോഴേ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള വന്ദേ ഭാരത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ആണ്. കാരണം ഇതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ സ്പീഡാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിലും ഇതേ സ്പീഡിൽ വന്ദേ ഭാരത് അല്ല അതിലും വലിയ വണ്ടികൾ ഓടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ പ്രതീക്ഷയിൽ നമുക്ക് വീഡിയോ നിർത്താം. അപ്പം വാതിലൊക്കെ അടച്ചു, നല്ല തിരക്കാണ്. അടുത്ത വീഡിയോ കാണാം. അതുവരെ സലാം.